ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തില് അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, ധ്യാനിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ഈ അസ്ഥികളുടെ മേൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ജീവനുള്ളവരായി തീരുകയാണ്. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ മേൽ നിറയുമ്പോഴാണ് നമ്മൾ ജീവനുള്ളവരായി തീരുക. ദൈവത്തിൻ്റെ ചൈതന്യം, ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മളൊക്കെ ഈ അസ്ഥികളെ പോലെ ജീവനില്ലാത്ത മനുഷ്യരായിട്ട് മാറുകയാണ്. നിന്റെ ജീവനില്ലാത്ത അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാവണമെങ്കിൽ ആത്മാവിൻ്റെ ചൈതന്യം, ആത്മാവിൻ്റെ അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് നിറയണം. നമ്മൾ പാടി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ, എനിക്ക് ജീവൻ പകരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് വിശ്വാസത്തോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പോരായ്മകളുണ്ട്, പാപബന്ധനങ്ങളുണ്ട്, ജഡിക അഭിലാഷങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയേക്കാൾ ഉപരി ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന എളിയവനായ മനുഷ്യനാണ് ഞാൻ. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ദാഹങ്ങളെ, എൻ്റെ ജഡിക അഭിലാഷങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. എൻ്റെ മോഹങ്ങളെയെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹം അനുഭവിച്ചറിയുവാൻ, ദൈവസ്നേഹത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, എൻ്റെ ജഡിക അഭിലാഷങ്ങളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, ഞാനിതാ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം
പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ജീവിതത്തിലെ കുറവുകള്, എൻ്റെ ജീവിതത്തിലെ പോരായ്മകള് പരിശുദ്ധാത്മാവേ അങ്ങ് ഏറ്റെടുക്കണമേ. എല്ലാ കുറവുകളിൽ നിന്നും എനിക്ക് വിടുതൽ നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ശക്തിയാല്, അങ്ങയുടെ ജ്ഞാനത്താല് എന്നെ നിറയ്ക്കണമേ. സ്നേഹത്താല് നിറയ്ക്കണമേ. ജീവൻ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജഡികാഭിലാഷങ്ങളെ നിഗനിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. പാപബന്ധനങ്ങളിൽ നിന്ന്, തിന്മയുടെ ശക്തികളിൽ നിന്ന്, ദുരാത്മശക്തികളിൽ നിന്ന്, തഴക്ക ദോഷങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവേ എനിക്ക് വിടുതൽ നൽകണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാൻ, എളിമയിൽ ജീവിക്കുവാൻ, സ്നേഹത്തിൽ ജീവിക്കുവാൻ ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമേ താഴ്വരയിൽ, പരിശുദ്ധാത്മാവേ, ജീവനില്ലാത്ത എല്ലാം സമർപ്പിച്ച് പാടുന്നു. പരിശുദ്ധാത്മാവേ, കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുക. വീണ്ടും ജീവനേകുക, ആത്മാർത്ഥതയോടെ നീ പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വീണ്ടും ജീവനേകുക, പരിശുദ്ധാത്മാവേ, ശക്തിയേകുക. പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിനായിട്ട് നീ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും സ്നേഹം നൽകുക, പരിശുദ്ധാത്മാവേ, ദാഹം തീർക്കുക. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധാത്മാവേ, വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ആത്മാവേ, 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 പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിനായിട്ട് ദാഹിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. കൃപകൾ നിന്റെ ജീവിതത്തിൽ നിറയുന്നതിന് വേണ്ടി, പാപബന്ധനങ്ങളിൽ നിന്ന്, തിന്മയുടെ ശക്തികളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ഈ നിമിഷങ്ങളിൽ നീ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഗ്ലോറി, 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 ഗ്ലോറി. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ദൈവസന്നിധിയില് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. എന്നെ കാത്തു പരിപാലിക്കുന്ന, എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു നല്ല ദൈവം. ആ ദൈവം നിന്റെ ജീവിതത്തില് പ്രയാസങ്ങളും
ദുഃഖങ്ങളും അഗ്നിപരീക്ഷകളുമൊക്കെ നൽകുന്നുണ്ട് എങ്കിൽ അത് ദൈവം നിന്നെ അനന്തമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നിന്റെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം നിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ തരുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: സ്വർണം ശുദ്ധി ചെയ്യപ്പെടുന്നത് അഗ്നിയിലൂടെ. ദൈവം തനിക്കിഷ്ടമുള്ള വ്യക്തികളെ സഹനത്തിലൂടെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. ദൈവിക പദ്ധതികൾക്ക് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവമേ നീ എന്നെ ഉപയോഗിച്ചു കൊള്ളുക. ഉണ്ണീശോയുടെ കയ്യിലെ ഒരു കുഞ്ഞിപ്പന്തായി മാറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ വിശുദ്ധരെ പോലെ ദൈവിക പദ്ധതികൾക്ക് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. ദൈവിക പദ്ധതികളെ ചോദ്യം ചെയ്യുവാനായിട്ട് നിനക്ക് അവകാശമില്ല. ദൈവമേ, എന്നെ തന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുക. ജെറമിയ പ്രവാചകനിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്: ജനിക്കും മുൻപേ നിന്റെ പേരും രൂപവും ഞാൻ മനസ്സിലാക്കി, നിന്നെ ഞാൻ അനുഗ്രഹിച്ചു. പ്രിയ ദൈവമക്കളെ, ദൈവിക പദ്ധതികൾ മനസ്സിലാക്കുവാൻ, ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമേ, എൻ്റെ ജീവിതത്തെ ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ പ്രവാചകനെ കാത്തു സംരക്ഷിച്ച പൊന്നുതമ്പുരാനെ, എൻ്റെ ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും അങ്ങന്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. എല്ലാ വേദനകളെയും സമർപ്പിച്ച്, എല്ലാ ദുഃഖങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നു, നീ ദൈവത്തെ സ്തുതിക്കുന്നു. വേദനകളെ, രോഗപീഠകളെ സമർപ്പിച്ചുകൊണ്ട് യേശുവേ, വീണാലും അവിടെ ഞാൻ ഏകനല്ല. എഴുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു കീഴല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു കീഴല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്.
എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. യേശുവേ, എൻ്റെ ജീവിതത്തില് ഞാൻ തളർന്നു പോകുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ തകർച്ചകളിൽ ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുവാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഏത് വേദനകളിലും ഏത് പ്രയാസങ്ങളിലും ദൈവമേ എന്നെ കൈപിടിച്ച് നടത്തുന്നത് നീയാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ പൂർണ്ണ ബോധ്യത്തിൽ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ, വേദനകളെ ഈ നിമിഷം നിന്റെ കരങ്ങളിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് അനുഗ്രഹമായി എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടക്കുന്ന പൊന്നുതമ്പുരാനെ നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഞാനിതാ പാടി സ്തുതിക്കുന്നു. ആഴങ്ങൾ കടന്നിടുമ്പോ, ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേ ശുഭത്രേ, ഞാനവൻ കരങ്ങളില. നടക്കുന്നതേ ശുഭത്രേ, ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ചേർന്ന് പാടിക്കൊണ്ട് ഭാരങ്ങൾ വഹിക്കുന്നവൻ, വിശ്വസിച്ച് നീ പാടുന്നു. എനിക്കായി കരുതുന്നവൻ, യേശുവേ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എല്ലാ വേദനകളെയും സമർപ്പിച്ച് കൈവിടാത്തവൻ, യേശുവൻ നിന്റെ കൂടെ നടക്കുന്ന പൊന്നുതമ്പുരാൻ. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. വിശ്വസിച്ച് പാടിക്കൊണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം ഈ നിമിഷം നിന്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുക. എൻ്റെ വേദനകളോട് കൂടെ, എൻ്റെ പ്രയാസങ്ങളോട് കൂടെ തന്നെ ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. കൂടെ നടക്കുന്ന ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇസ്രായേൽ ജനത്തെ കൈപിടിച്ച് നടത്തിയ പൊന്നുതമ്പുരാനെ,
ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച പൊന്നുതമ്പുരാനെ, എരിയുന്ന അഗ്നിജ്വാലകൾക്കിടയിൽ നിന്ന് ദാനിയേലിനെയും സുഹൃത്തുക്കളെയും സംരക്ഷിച്ച പൊന്നുതമ്പുരാനെ, എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ, എൻ്റെ ജീവിതത്തിലെ വേദനകളിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എന്നെ കാത്തു പരിപാലിക്കണമേ, എന്നെ സംരക്ഷിക്കണമേ. വിശുദ്ധരുടെ സാന്നിധ്യം, മാലാഖമാരുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ.